അസ്സലാമലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തന്നക്കും മിന്നുക്കും എല്ലാം ഇന്ന് രാവിലെ തന്നെ മദ്രസ ഉണ്ട്. തന്നൊക്കെ എപ്പോഴും രാവിലെ തന്നെ, മിന്നൊക്കെ ഓരോ ദിവസം രാവിലെയാണ്. രാവിലെ എന്നില്ലെങ്കിൽ ഭയങ്കര രാവിലെ അറിഞ്ഞു 6 മണിയാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വെളിച്ചം കാണുന്നില്ല, ചെറുട്ടാന്ന് പറഞ്ഞാൽ. അങ്ങനെ മിന്നു 6 മണിക്ക് പോയി, തന്നെ 6:30 പോയതാണ്. അതിന് ശേഷം ഞാൻ ഒരു ഉച്ചരാകുമ്പോൾ വന്നിട്ടില്ലേ, ഓട്ടിടാൻ വന്നിട്ടുണ്ടായി. എല്ലാവരും ഒന്നിച്ചിട്ട് വന്ന്, ഞാനും ബാബിയാനും എൻ്റെ ഉമ്മല അങ്ങനെ ഓട്ടിട്ടിട്ടായിട്ടില്ലേ. നമുക്കെല്ലാം കുറച്ച് സ്ഥലത്തേക്ക് പോകാനും പർച്ചേസും കാര്യം അങ്ങനെ എല്ലാം ഉണ്ടായി. അപ്പോൾ ഞാൻ ഈ ജീനിട്ടിട്ടാകുമ്പോൾ കുറേ ആളെന്നോട് ചോദിച്ചിന് ഏടുന്ന് മേങ്ങിയെന്ന്. അപ്പോൾ ഞാൻ ജീനെടുത്തതില്ലേ ഇവിടെ കുമ്പളയിലുള്ള ഫിദയില്ലേ, ഫിദാന്നാണ് മേങ്ങിയത്. അപ്പോൾ ലൂസ് ബ്ലാസ് തന്നെ വേണം എന്നിട്ടില്ല, അതിനെന്നെ തപ്പിക്കൊണ്ടായി. പക്ഷെ ആ ബ്ലൂ കളർ കിട്ടിയിട്ടില്ല, ഇതൊരുമാതിരി ഡാർക്ക് ബ്ലൂ ആയി പോയി കിട്ടിയത്. അപ്പോൾ ഇനി അടുത്തത് അവിടെ കൊണ്ടുപോകുന്നില്ല ബ്ലൂ അല്ല. അപ്പോൾ വേഗം നമുക്ക് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിലേ ഇതാക്കി പോയിക്കാവേ. അവിടെ ഉണ്ട് ബ്ലൂ ജീന്, ഒരാഴ്ച വരുമെന്നല്ല പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കളറല്ലല്ലോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്നത്, ആ ലൈറ്റ് ഒരു സ്കൈ ബ്ലൂ അല്ലേ. അപ്പോൾ അതെല്ലാം ഇനി വരുമെന്ന് പറഞ്ഞിനാടെ. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ, ആ ഫസ്റ്റ് കാണിച്ചാൽ പിങ്കില്ലേ, നമുക്ക് മിന്നുക്ക് മേങ്ങാലിട്ട് ഒരു മനസ്സുണ്ടായി. പക്ഷേ ഒരു നെക്ക് കുറച്ച് ഡീപ്പാവും എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മിന്നുവിനെ വന്നിട്ട് തന്നെ കൊണ്ടുവരാലിട്ട് മേങ്ങാന്നുള്ള ചെറിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇല്ലേ, നമ്മളെ ഭാവിൻ്റെ അളമൻ്റെ മക്കൾ മകൾ കഴിഞ്ഞിട്ടുണ്ടായി. ഒരാഴ്ച ആയി മകൾ കഴിഞ്ഞിട്ട്. എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ ബാക്കി തന്നെ ഉണ്ടായി. ഇൻസ്റ്റാൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറേ ആൾ പറഞ്ഞു ഞമ്മ പോയിനെന്നല്ല മെസ്സേജ് അയക്കുന്നുണ്ടായി. അങ്ങനെ ഒരു വൈകുന്നേരം നിൽക്കാൻ കഴിഞ്ഞിട്ട് കുറച്ചായി. അതിന് ശേഷം ഇത് ഫങ്ഷനായി. അങ്ങനെ ഞമ്മ ഒരു വൈകുന്നേരം വന്നിട്ടില്ലേ, പിന്നെ എല്ലാം നല്ല അടിപൊളി വന്തലും സ്റ്റേജും എല്ലാം മഷാല്ല ഫുഡും എല്ലാം നല്ല വേണ്ടായി. അങ്ങനെ ഞമ്മയോടെ പോയ നമ്മളെ മെയിൻ പരിപാടി എന്ത്, വീഡിയോ എടുക്കലല്ലേ. അപ്പോൾ സൗണ്ട് നേരായിട്ടില്ലേ, പനി മാറിയിട്ടെന്നല്ല ചോദിക്കുന്നത്. പനി മാറീന്, പക്ഷെ സൗണ്ട് ഇപ്പോൾ ഒരു തണുപ്പ് ക്ലൈമറ്റ് അല്ലേ, ജലദോഷവും ചുമയും ജലദോഷവും ചുമയും അത്ര തന്നെ. പനി പോയിന്, അങ്ങനെയെല്ലാം ഉണ്ടായി. പിന്നെ ഈ സൗണ്ടെല്ലാം പോയെങ്കിൽ കുറച്ച് പേരാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പോയെങ്കിൽ. അങ്ങനെ ഞാൻ മെഡിക്കലിൽ നിന്ന് ഗുളികയെല്ലാം ഇങ്ങനെ സൗണ്ട് നിന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും നെയ്പ്പത്തിൽ പൊറോട്ട, പിന്നെ ഐസ്ക്രീം, പിന്നെ ഫുഡ് ഐറ്റം എല്ലാം മസാല എല്ലാം ഉണ്ട്. പിന്നെ ഈ പ്ലേറ്റ് കണ്ട അവരെ കാറ്ററിങ്ങിൻ്റെ ഓറെ ബെസ്റ്റ് എന്നാണ് പേര്. ഇത് കാണുമ്പോൾ എൻ്റെ ഉള്ളിലില്ല ഇങ്ങനെ ഒരു ഇതായി, ഒരു ലഡ് പൊട്ടി. നമ്മളെ കാറ്ററിങ്ങും വളർന്ന് പന്തലിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ എല്ലാം ആക്കണ്ടേ. ഇൻഷാ അല്ലാഹ് വെള്ളം, തന്നാസ് കിച്ചൻ്റെ വെള്ളം, തന്നാസ് കിച്ചൻ്റെ പ്ലേറ്റ്, ബോട്ട് എല്ലാം ആക്കണം ഇൻഷാ അല്ലാഹ്. വളർന്ന് പന്തലിക്കാൻ നിങ്ങൾ ഒന്ന് ദുആ ചെയ്യണം. വാ ഇൻഷാ അല്ലാഹ്. പണിയെടുക്കാനുള്ള നല്ലൊരു മനസ്സുണ്ട്. അപ്പോൾ ഇനി ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പഠിച്ചോ വിധി കൂട്ടിട്ടല്ലേ. ഇനിയും നല്ല രീതിയിൽ. നിങ്ങൾക്ക് ലക്ഷ്മി നായർ അറിയോ, ആ ഫുഡ് വ്ളോഗർ യൂട്യൂബ് ചാനലിലുള്ള ഗോറ പോലെ അവന് ഭയങ്കര ഒരു ആഗ്രഹം. ഇൻഷാ അല്ലാഹ് മെല്ലെ നമ്മൾ പോകാൻ മുന്നോട്ട് ഇങ്ങനെ എന്തെന്നെല്ലാം നോക്കാം. അപ്പോൾ ബാബിൻ്റെ അളമ്മാൻ്റെ മോളാണിത്. അപ്പോൾ പുതിനാട്ടി നല്ല സുന്ദരിയായിട്ടില്ലേ മാഷാ അല്ലാഹ്. നല്ല ഡ്രസ്സ്, നല്ല റൂം, നല്ല പുതിനാട്ടി മാഷാ അല്ലാഹ്. ഓരോ എടുത്ത് പറയാനൊക്കത്തുള്ള ഇതൊന്നുമല്ല, ഓരോ സ്വഭാവം മാഷാ അല്ലാഹ്. ഉമ്മാൻ്റെതായാലും അനിയത്തിൻ്റെതായാലും ഏട്ടത്തിൻ്റെതായാലും അങ്ങനെയുള്ളതായാലും മാഷാ അല്ലാഹ് ഭയങ്കര എന്തോ ഒരു മനസ്സന്മാർ പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യാത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടില്ലേ. ഞങ്ങൾക്ക് ആങ്ങളുടെ സ്കൂളിൽ ഫങ്ഷനും ഉണ്ടായിന്. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത് വേഗം പോകണമെന്നിട്ടില്ലേ, ഞമ്മ ഫുഡെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം പുതിനാട്ടീൻ്റെ ഉമ്മാടും ഫാമിലിയോടും എല്ലാവരോടും മുണ്ടിയിട്ടല്ല അതിന് ശേഷം പോയതാണെന്ന്. ഇത് ലുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓർമ്മയില്ലാതെ ഞാൻ ബക്കിലാവാതില്ല. എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഇല്ലേ ചിലപ്പോൾ എല്ലാം മെയിൻ്റെ അപ്പുറം ഇപ്പുറം ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ചെല്ലുമ്പോൾ എൻ്റെ മെയിൻറ്റിലേക്ക് പോകുന്ന ഇതല്ലോ അങ്ങനെ. അപ്പോൾ ഇത് മാത്രമല്ല, വേറെ വെറൈറ്റി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഐസ്ക്രീം, ഫ്രഷ് ജ്യൂസ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ തിരക്കായതുകൊണ്ടില്ലേ അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫ്രഷ് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അങ്ങനെ നല്ല അടിപൊളി മംഗലത്തിനെല്ലാം പോയിട്ട് വന്നതിന് ശേഷം ഇല്ലേ പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ പെരക്കാന്ന്. ഞങ്ങളുടെ സ്കൂളത്തെ പരിപാടീൻ്റെ എല്ലാം ഞാൻ ഇൻസ്റ്റയിലെല്ലാം ഇട്ടിട്ടുണ്ടായിട്ടില്ലേ, ഇതെല്ലാം സ്റ്റോറേജ് ഫുള്ളായിട്ട് എല്ലാം ഡിലീറ്റ് ആക്കി. അങ്ങനെ ഇതിപ്പോൾ ഞാൻ പോകുന്നുള്ളതില്ല ഉമ്മാൻ്റെ അടുക്കാന്ന് മുഗ്രാൽക്ക്. എൻ്റെ ഉമ്മാൻ്റെ പേര് അധികം ആൾക്കറിയാം മുഗ്രാലാന്ന്. അപ്പോൾ കുറേ സൈ ഉമ്മാൻ്റെ നിൽക്കാതെ ഒന്ന് ഈ അസ്ത്രമെല്ലാം ആണെങ്കിലും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല. പോയിട്ട് വരില്ല, പതിയൊക്കെ പോയിട്ട് തന്നെയാണ് വരൽ. അപ്പോൾ ഞാൻ 2 ദിവസം നിന്നിട്ട് വരാം, സ്കൂളൊന്നും ഇല്ലല്ലോ എന്നല്ല ചെല്ലിട്ട് അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിൽ പോയത്.
പോയതാണ്. അപ്പം ഉപ്പാൻ്റെ ഫാമിലീൻ്റെ അവിടെ ഒരു മംഗലം ഉണ്ടായി. അങ്ങനെ ഞാൻ ഏട്ടത്തി അനിയത്തിമാർ ഞങ്ങൾ എല്ലാവരും ഈ മംഗലത്തിനെല്ലാം പോയിട്ടുണ്ടായി. പിറ്റേ ദിവസം ഇതിപ്പോൾ പുര വരുന്നത് പെറുവാട് ബദ്രനഗറാണ്. നമ്മളെ പുര മുന്നേ ഉണ്ടായ പെറുവാട്. അതിപ്പോൾ അവിടെ എന്ത് ആടെ കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ മൊഗ്രല്ല എന്നുള്ളത്. മാഷാളവിടെ പോയിട്ട് ആകുമ്പോൾ കുറേ ആൾ നമ്മളെ മുന്നത്തെ ആ ഒരു പിരിസത്തിൽ ഉമ്മാടെല്ലാം ഭയങ്കര പിരിച്ചോർക്കല്ലോ. ആ ഒരു ഇതിൽ ഭയങ്കര നമ്മൾ ഇങ്ങനെ മംഗളത്തിൻ്റെ പുരക്ക് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ 2 മണിയായിന്. ആ ഗേറ്റിൻ്റെ ഇരുന്ന് ആ പുരൻ്റെ ഉള്ളിലേക്ക് എത്തണം 3 മണിയായിന്. ഇങ്ങനെ ലൈനായിട്ട് പിസ പറഞ്ഞോണ്ട് പോയതാന്ന് പറഞ്ഞാൽ എല്ലാവരും മുണ്ടുമ്പോൾ നമുക്ക് മുണ്ടാണ്ടിരിക്കാൻ അങ്ങനെയല്ല. എല്ലാവരും മുണ്ടിയിട്ട് ലാസ്റ്റ് പുരക്കെത്തുമ്പോഴേക്കില്ലേ മംഗളത്തിൻ്റെ പുരൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവർക്കും അറിയുന്നത് പണ്ടേ പെറുപാട് ഇതെല്ലാം ആയിട്ട് ഇപ്പം അത് നമ്മൾ മൊഗ്രാൽ പോയിട്ട് ഏകദേശം കുറച്ചാണ് അത്ര. നമ്മളെ ഉമ്മാൻ്റെ ഫാമിലി എല്ലാം മൊഗ്രാൽ. അപ്പോൾ ഇപ്പോൾ ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ട് പെറുപാട് ഒറ്റയ്ക്ക് ഉമ്മ നിൽക്കണ്ടേന്ന് വെച്ചിട്ട് പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നത്. അങ്ങനെ നമ്മൾ മൊഗ്രാൽ നമ്മളെ ഫാമിലീൻ്റെ അവിടെ തന്നെ കെട്ടിയതാന്ന് പോരാറിഞ്ഞാൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ലേ പുരക്ക് പോയിട്ട് അനിയത്തേക്ക് കേക്കിൻ്റെ ഓർഡറെല്ലാം ഉണ്ടായി. അവളെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഹിനൂബേക്ക് അവളെ ഫുള്ള് കേക്കിൻ്റെതാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാം മിക്സ് അങ്ങനെ ഒക്കെ ഇന്ന് 2-3 കേക്ക് കൊടുക്കാണ്ടിട്ട് അവളെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കേക്ക് കൊടുത്തിട്ട് നമുക്ക് ഇരുന്നിട്ട് ബിസിയാക്കാന്നുള്ള ചൊല്ലിയിട്ട് അങ്ങനെ കേക്കിൻ്റെ ഓർഡറെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമില്ലേ നല്ല ചൂട് ചക്കരക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിന് ആങ്ങളുടെ അവളെ ഫാമിലീൻ്റെ അടുത്ത്. അങ്ങനെ ബീഫും ചക്കരക്കഞ്ഞിയല്ലോ. അങ്ങനെ ബീഫിനെ കറിയൊക്കെ റെഡിയാക്കിയിട്ട് വെച്ച് ചക്കരക്കഞ്ഞി ചൂടോടെ നമുക്ക് കഴിച്ചതാണ്. ഈ ഗോതമ്പിൻ്റെ കഞ്ഞിയില്ലേ ഇങ്ങനെ ചൂടോട് കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ്. ഫ്രിഡ്ജിൽ വെച്ചെങ്കിലും ടേസ്റ്റ് തന്നെ തണുപ്പിച്ചെങ്കിലും. മറ്റേ ആ പച്ചേരിൻ്റെ ഗന്ധസാരൻ്റെ അതെല്ലാം ഇതാക്കുന്നത് ഇത്ര പാകുന്നില്ല. ഒരാൾക്കൊരു ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഇഷ്ടം ഗോതമ്പ് കഞ്ഞിയാണ്. എനിക്ക് നല്ല മിൽക്ക് മേഡ് കാഷ്യൂ ബദാം മുന്തിരി എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയെങ്കിൽ തേങ്ങാപ്പാലെല്ലാം നല്ല അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ പോരെ നല്ല വന്നിട്ട് അതിന് ശേഷമില്ലേ പിന്നെ ഞങ്ങൾക്ക് ടൗണിലൊന്ന് പോകാണ്ടേ 2 ദിവസം ഉണ്ടായി പോരയിൽ. അങ്ങനെ ടൗണിൽ പോയിട്ടില്ലേ കുറച്ച് ഇന്നിപ്പോൾ ഞാൻ പോയ എന്തോ സാധനമല്ല വേഗം പോയി. അപ്പൊക്കെ ഈ ഓട്ടിൻ്റെ ഇല്ലേ കലാശക്കൊട്ടാഞ്ഞ് അത് അന്ന് വരുന്ന ദിവസം ഏകദേശം ഒരു വൈകുന്നേരം അതിന് ചെവി ഇങ്ങനെ ബന്ധാന്ന് നമുക്ക് അവിടെ കേൾക്കുന്നില്ല. അത്രക്കുണ്ട് ബ്ലോക്കായിട്ട്. പട്ടാളമുണ്ട്, പോലീസുണ്ട്, വോട്ടർമാരുണ്ട്, എല്ലാവർക്കും കൈ കൊടുക്കുന്നു, ഇതാക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, എല്ലാം ആക്കുന്നുണ്ട് ഒരാടെ. അതിൻ്റെ ഇടയിൽ വണ്ടിയും പോകുന്നുണ്ട് നിർത്താണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ ഒരു ഇത് ഞാൻ കാണലേ ഇല്ല. എനിക്കെന്തോ അർജൻറ്റ് കുറച്ച് സാധനമെല്ലാം വേങ്ങാൻ വേണ്ടിയിട്ട് അതിന് ആ വൈകുന്നേരം വന്നതാന്നൊരു അബയിലെല്ലാം പോയിട്ടായിട്ട് വരാലിട്ട് നല്ല ബ്ലോക്കും ഉണ്ടായി. വണ്ടി എല്ലാം സ്റ്റോപ്പ് ആക്കിയിട്ടാണ്. നമ്മൾ പിന്നെ ദൂരം നിർത്തിയിട്ടില്ലേ ഗ്രൗണ്ടിൻ്റെ അവിടെ അങ്ങോട്ട് നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. വെറുതെ റിസ്ക് എടുക്കുന്നതിന് ഈ തിരക്കിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് നല്ല ഭാഗമുണ്ട് നോക്കാൻ. ഇങ്ങനെ കുറച്ച് ദിവസം അതിൻ്റെ എല്ലാ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷമല്ലേ ഏകദേശം ഒരു 6-6:30 മണി ആ ഒരു ടൈമായിന് ഞാൻ പുരക്ക് എത്തുമ്പോൾക്ക് വിരാതം ഉണ്ടായിരുന്നു. ഞാനും വിരാതാന്ന് മഴതും ഉണ്ടായിരുന്നു. പുരക്ക് പോയിട്ടില്ലേ വന്നതിന് പിറ്റേ ദിവസം ഒരു കരക്കരയാന്നൊരു ഉമ്മാനായി കഴിയാതപ്പോൾ നമ്മൾ ഇങ്ങനെ അവിടെ നിൽക്കുന്നല്ലേ പ്ലങ്കും അത് വന്നിട്ട് വരുമ്പോൾ ഉമ്മാനൊരു കണ്ടേൻ്റെ രീതിയില്ലേ ഇതെല്ലാവർക്കും ഉണ്ടാകുന്നില്ല. ഉമ്മാരോടെ പോയിട്ട് വന്നിട്ടാകുമ്പോൾ ഒരു കരക്കര അതെന്തായാലും ഉണ്ടാകുന്ന പറഞ്ഞാൽ. അങ്ങനെ ഞാൻ എനിക്ക് ചെരുപ്പ് ഷൂ എല്ലാം മേങ്ങാണ്ടേ അതെല്ലാം നമ്മൾ ഈ കുമ്പള തന്നെ എടുത്തതാണ്. കുമ്പളേന്ന് ചെരുപ്പെല്ലാം മേങ്ങിയിട്ട് അതിന് ശേഷം പിന്നെ വരക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്കും ഷെയറും മസ്റ്റാണ്. ലൈക്ക് ഷെയർ കമൻ്റെല്ലാം കാണുമ്പോൾ ഇല്ലേ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇല്ലേ ഒരു ഹാർട്ടും കൂടെ ഇടണം കമൻ്റായിട്ട്. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.